കാപ്പിപ്പൊടി വെച്ചിട്ട് ഇത്ര ടേസ്റ്റിൽ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? അടിപൊളി ടേസ്റ്റാട്ടോ. ഈ ഒരു പാത്രം കുറച്ച് നേരം കൊണ്ടാണ് കാലിയായത്. അത്രക്കും സോഫ്റ്റും ടേസ്റ്റുള്ളൊരു സംഭവമാണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അതാ 10 രൂപേൻ്റെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുത്തിട്ടുള്ള, ഫുള്ള് ഇട്ടിട്ടില്ല, പകുതി ഇട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു ഓറിയോ ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൽ ബാക്കി വന്ന മിൽക്ക് മെയ്ഡാട്ടോ. അപ്പോൾ ആ മിൽക്ക് മെയ്ഡിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചോട്ടോ, എന്നാൽ അത് വേഗം മിക്സായി കിട്ടും. ഞാൻ ഒഴിച്ചത് കുറച്ച് തണുത്ത പാലായിപ്പോയി, അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കോഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കൂട്ടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുക്കാം, അതെങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഭയങ്കര സ്റ്റിഫാവുന്ന വരെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നൊന്ന് പഞ്ചസാരയും നമ്മളുടെ ക്രീമും ഒന്ന് മിക്സായി ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടി ഒരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 6 പീസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഈ ബ്രെഡൊക്കെ നിരത്തി ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഫീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡ് മുങ്ങുന്ന രീതിയിൽ നമുക്ക് എല്ലായിടത്തും ആവുന്നത് പോലെ അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചോക്ലേറ്റ് പീസാക്കിയിട്ട് ഞാനതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. കടലമിഠായി ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി എന്നിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്രീമും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ബ്രെഡ്, പിന്നെ നമ്മളുടെ കോഫി മിക്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്തത്, പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി മാത്രം ഒരു ചോക്ലേറ്റിൻ്റെ ഉണ്ട മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് തണുക്കാനൊന്നുമുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്തു കേട്ടോ. ഭയങ്കര സോഫ്റ്റാണേ. ഇത് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തണുപ്പിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. അതും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.